നമസ്കാരം. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. ആദ്യം പ്രധാന വാർത്ത. മുഖ്യമന്ത്രിക്കെതിരെ ഇന്നും ഗവർണർ. തന്നെ ഭയപ്പെടുത്താൻ നോക്കേണ്ട, പോലീസ് നിഷ്ക്രിയരാകുന്നതിന് പിന്നിൽ മുഖ്യമന്ത്രി. സുരക്ഷ ഒഴിവാക്കി ഗവർണർ നഗരത്തിലേക്ക്. Chief Minister's instruction. That is why I am telling them, I don't need any protection. കേരളീയ മനസ്സ് സ്വീകരിക്കാത്തതിന് കേരളത്തോട് വിരോധമായിട്ട് വരിക. ആ വിരോധമാണിപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രകടിപ്പിക്കുന്ന വിരോധത്തിൻ്റെ ഏറ്റവും വലിയ വക്താവായിട്ടാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനും വന്നിട്ടുള്ളത്. ഗവർണർക്ക് മറ്റെന്തോ ഉദ്ദേശമെന്ന് മുഖ്യമന്ത്രി. ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന് എം വി ഗോവിന്ദൻ. തിരിച്ചു വിളിക്കണമെന്ന് ഇ.പി. ജയരാജൻ. ഗവർണർ സർക്കാർ നാടകമെന്ന് വി.ഡി. സതീശൻ. ഗവർണർ എസ്.എഫ്.ഐ പോര് പുതിയ തലത്തിൽ. വീണ്ടും ബാനർ ഉയർത്തി എസ്.എഫ്.ഐ. വി.സിയോട് വിശദീകരണം തേടി ഗവർണർ. ബാനർ അഴിപ്പിക്കാൻ ഗവർണർ ആരെന്ന് കെ.എസ്.യു. ഗവർണറെ തടയുമെന്ന് എ.ഐ.എസ്.എഫ്. പ്രതിഷേധക്കാരെ മർദ്ദിച്ച ഗൺമാനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. തല്ലിയത് യൂണിഫോം ഇട്ട പോലീസുകാർ. എൻ്റെ ഗൺമേൻ ആളെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബസ്, ഞങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിൻ്റെ മുന്നിലേക്ക് ചാടി വന്നവരെ അവിടെയുള്ള യൂണിഫോം ഇട്ട പോലീസുകാർ തടയുന്നുണ്ടായിരുന്നു. അവരാണ് അവരെ തള്ളി മാറ്റുന്നതായിട്ട് കണ്ടത്. അവർ തള്ളി മാറ്റി തന്നെയായിരുന്നു. അംഗവൈകല്യമുള്ള പ്രതിഷേധക്കാരനെ പരിഹസിച്ച ഇ.പി. ജയരാജൻ. കൈയും കാലും ഇല്ലാത്തവൻ പ്രതിഷേധത്തിന് പോയത് എന്തിനെന്ന് ചോദ്യം. നവകേരള സദസ്സ് കൊല്ലത്ത് പര്യടനം തുടരുന്നു. നിയമസഭാ കയ്യാങ്കളി കേസിൽ പുതിയ നീക്കം. യു.ഡി.എഫിനെ പ്രതിരോധത്തിലാക്കാൻ സർക്കാർ. 4 മുൻ എം.എൽ.എമാരെ പ്രതി ചേർത്തു. നടപടി ഗീതാ ഗോപിയുടെ പരാതിയിൽ. കോടതിയിൽ കാണാമെന്ന് തിരുവഞ്ചൂർ. സംസ്ഥാനത്ത് കോവിഡ് ആശങ്ക ഉയരുന്നു. രോഗികളുടെ എണ്ണത്തിൽ വർധന. ഇന്നലെ ഒരു മരണം. 227 പേർക്ക് രോഗം. സർക്കാർ ജാഗ്രത സ്വീകരിക്കുന്നില്ലെന്ന് വി.ഡി. സതീശൻ. വിശദമായ വാർത്തകളിലേക്ക്. ആരെയും ഭയമില്ലെന്നും തന്നെ ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. എന്തും നേരിടാൻ തയ്യാറാണ്. തനിക്ക് പോലീസ് സംരക്ഷണം ആവശ്യമില്ല. ഇക്കാര്യം DGPയെ അറിയിച്ചിട്ടുണ്ട്. പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. രാജ്യത്തെ മികച്ച പോലീസ് സംവിധാനമാണ് കേരളത്തിലേതെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. That I have been a minister for state for home affairs in charge of police division. And right from that time, and I hold the same opinion today, Kerala police is one of the finest police in the country. I have absolutely no doubt about it. They are the best police force in the country. Every institution suffers from some problems. They may also suffer from some handicaps. But as a police force, they are the best in the country. I have absolutely no doubt. So I do not think that I have or anybody has any reason to complain against the police. Police is not at fault. The problem is that police is not being allowed to discharge their duties. And I will give you the example. Trivandrum, I was attacked at 3 places. You know it? You have reported it? They have taken action only at the 3rd place where I got down from the car. What about the other 2 places? And even there they tried to dilute the prosecution. So it is not fault of any policeman. If the banners were here, police were protecting it because of the instructions of the Chief Minister. You remove the police from here. And I assure you, the first person who will give instructions to SFI not to come near me will be Chief Minister, because he knows the consequences if anybody touches me. I feel no threat from the people of Kerala. The people of Kerala love me. But those, they are trying to distort some statement.
Kannur district has suffered for decades. കണ്ണൂരിനെ കുറിച്ച് മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല. കണ്ണൂരിലെ ജനത സ്നേഹമുള്ളവരാണ്. കണ്ണൂരിലെ ആക്രമണങ്ങൾക്ക് കാരണം ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും ഗവർണർ പറഞ്ഞു. I come to the conclusion that under the instructions, Kerala police will not do it on its own. Chief Minister's instructions, that is why I am telling them, I don't need any protection. And then the SFI will receive instruction from Chief Minister not to come near me because they know the consequences. സർവകലാശാലകളിൽ CPM പിൻവാതിൽ നിയമനം നടത്തുകയാണ്. വൈസ് ചാൻസലർമാർ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുതെന്നും ഗവർണർ പറഞ്ഞു. MS അനീഷ് കുമാർ കൂടി വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ, എന്തായാലും മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ശേഷം ഗവർണർ ഈ പോലീസ് സംരക്ഷണത്തിന്റെ ബലത്തിലാണ് ഗവർണറുടെ പ്രവർത്തനങ്ങൾ എന്ന വിമർശനത്തിന് മറുപടി എന്നോണം പോലീസ് സംരക്ഷണം നിരസിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ യാത്ര എങ്ങോട്ടാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ വഴിയിൽ പ്രതിഷേധങ്ങൾ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ, അല്ലേ? തീർച്ചയായും ഒരു തുറന്ന വെല്ലുവിളിയിലേക്ക് തന്നെ ഗവർണർ നീളുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായാണ് 1000 പോലീസുകാരുടെ സുരക്ഷയിൽ ഗവർണർ വിദ്യാർത്ഥികളെ വെല്ലുവിളിക്കുന്നുവെന്ന ആക്ഷേപമാണ് SFI CPM നേതാക്കളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി ഉന്നയിച്ചിരിക്കുന്നത്. അതിന് മറുപടിയായി നിങ്ങളുടെ ഒരു സുരക്ഷയും എനിക്ക് വേണ്ട, ഞാനിതാ ജനങ്ങൾക്കിടയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് നഗരത്തിലേക്ക് മാനാഞ്ചിറയിലേക്ക് പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. മാനാഞ്ചിറയിലാണ് പൊതുജനങ്ങൾ എത്തുന്ന ഒരു ഇടം. കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗമാണ് മാനാഞ്ചിറ. അവിടേക്കിതാ നിങ്ങളുടെ സുരക്ഷയൊന്നും ആവശ്യമില്ല, ഞാൻ ജനങ്ങളെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ പോകുന്നത്. ഇപ്പോൾ പന്തീരാങ്കാവ് കഴിഞ്ഞ് ഈ വാഹനവ്യൂഹം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗവർണർ തനിക്ക് സുരക്ഷ ആവശ്യമില്ല എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അടച്ച സുരക്ഷ ഒരുക്കി അദ്ദേഹത്തിനായി ക്രമീകരിച്ചിരിക്കുന്ന വാഹന വ്യൂഹം പോലീസിന്റെ വലിയ ബസും ആംബുലൻസും ഒക്കെ അടങ്ങുന്ന എസ്കോർട്ട് പോലീസുകാരും ഒക്കെ 4-5 വാഹനങ്ങൾ അടങ്ങുന്ന ആ ഒരു വാഹന വ്യൂഹം തന്നെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ മുമ്പിലും പിന്നിലുമായൊക്കെ ഉണ്ട്. അങ്ങനെ കർശനമായ സുരക്ഷാ സന്നാഹങ്ങൾ തീർത്ത് തന്നെയാണ് മാനാഞ്ചിറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ സുരക്ഷ വലയത്തിനിടയ്ക്ക് നിന്നാണ് താൻ വീരവാദം പറയുന്നതെന്ന SFI ആരോപണത്തിന് മറുപടി, ഞാനിതാ ഒന്നുമില്ലാതെ പൊതുജനങ്ങൾക്കിടയിലേക്ക് വരുന്നു, പ്രതിഷേധക്കാരുണ്ടെങ്കിൽ വരൂ, നിങ്ങളെ കാണട്ടെ എന്ന് കൃത്യമായി ഉറക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗവർണർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ BJP പ്രവർത്തകരും NDA മുന്നിലുള്ള മറ്റ് ആളുകളുമൊക്കെ ഒരുപക്ഷെ എത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. ഒരു ശ്രദ്ധാകേന്ദ്രമായ ഇടമായി മാനാഞ്ചിറ മൈതാനം, മാനാഞ്ചിറ ഇനി അല്പസമയത്തിനുള്ളിൽ മാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ തന്നെ BJP RSS നേതാക്കളൊക്കെ ഗവർണർക്ക് പിന്തുണ നൽകാനായി ഗസ്റ്റ് ഹൗസിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. BJP അനുകൂല അധ്യാപകേതര സംഘടനാ ഭാരവാഹികൾ ഇന്നലെയും ഇന്നുമൊക്കെയായി ഗവർണറെ അവിടെ എത്തി കണ്ടിരുന്നു. മറ്റു പലയിടങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് പിന്തുണ BJP കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പിന്തുണച്ചുള്ള പ്രസ്താവനകൾ പലവട്ടം എത്തി. ഗവർണർക്കെതിരായ പ്രതിഷേധം ഈ വിധം തുടരുകയാണെങ്കിൽ നവകേരള സദസ്സിലേക്ക് വരെ മാർച്ച് നടത്താൻ അല്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തങ്ങൾ മടിക്കില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനടക്കം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം വളരെ അപ്രതീക്ഷിതമായ, വളരെ ഞെട്ടിക്കുന്ന ഒരു നീക്കം, പോലീസിനെ അക്ഷരാർത്ഥത്തിൽ വിഷമവൃത്തത്തിലാക്കുന്ന ഒരു നീക്കത്തിലേക്ക് പോകുന്നത്. എന്തായാലും ഈ യാത്രയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനീഷ, ഈ മാനാഞ്ചിറയിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ലല്ലോ. ഔദ്യോഗികമായ ഒരു പരിപാടി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഉച്ചയ്ക്ക് 3:30-നല്ലേ? ഈ മാനാഞ്ചിറയിലേക്ക് അദ്ദേഹം പോയതിനു ശേഷം വീണ്ടും ക്യാമ്പസിലേക്ക് തിരികെ എത്തുമോ? തീർച്ചയായും അദ്ദേഹം മടങ്ങി വരും. മാനാഞ്ചിറയിൽ എത്ര നേരം ചെലവഴിക്കും എന്നത് സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് കാണിക്കണം, എനിക്ക് ഈ പോലീസിന്റെ സുരക്ഷാ സന്നാഹങ്ങളും വലിയ വലയമൊന്നും ഇല്ലെങ്കിലും എനിക്ക് ജനങ്ങൾക്കിടയിൽ നിൽക്കാൻ കഴിയുന്നു. ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് എന്നെ വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് അവർക്കിടയിലേക്ക് ഞാൻ പോകുന്നുവെന്നാണ് അദ്ദേഹം പറയുകയും ചെയ്ത് അതനുസരിച്ചുള്ള ഒരു യാത്ര തന്നെയാണ്. എനിക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, അദ്ദേഹത്തിന്റെ വാർത്തയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു സുരക്ഷാ സന്നാഹവും വേണ്ട, ഞാൻ പൊതുജനങ്ങളുടെ മധ്യത്തിലേക്ക് പോകുന്നു. സർക്കാരിന്റെ സുരക്ഷയിൽ 1000 പോലീസുകാരുടെ സുരക്ഷാ വലയത്തിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിൽ താൻ ഇരിക്കുന്നു. അവിടെ എത്തി ബാരിക്കേഡുകൾ ചേർത്ത് തനിക്ക് വലയം പോലീസ് സൃഷ്ടിക്കുന്നു. അവിടെ നിന്ന് വീരവാദം പറയുന്നു എന്ന ആക്ഷേപമാണ് SFI ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരം ബാരിക്കേഡുകൾ ഇല്ലാത്ത
സർവകലാശാല ദിവസത്തിന്റെ സുരക്ഷ ഇല്ലാത്ത ഒരിടത്തേക്ക് താൻ വരുന്നു, പ്രതിഷേധക്കാരുണ്ടെങ്കിൽ അങ്ങോട്ട് വരൂ, തന്നെ കായികമായി നേരിടാൻ തയ്യാറുള്ളവരാണെങ്കിൽ അങ്ങോട്ട് എത്തൂ എന്ന പരസ്യമായ ഒരു ആഹ്വാനം തന്നെയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് ഈ സഞ്ചാര പദത്തിലൊന്നും അദ്ദേഹത്തിന്റെ ഈ യാത്ര സംബന്ധിച്ച പദ്ധതികളിലൊന്നും ഉണ്ടായിരുന്ന സ്ഥലമല്ല മാനാഞ്ചിറ. ഒപ്പം മാനാഞ്ചിറ പോലൊരു പൊതുസ്ഥലത്തേക്ക് എന്തിന് ഗവർണർ പോകണം എന്ന ചോദ്യവും പ്രസക്തമാകുന്നു. ആദ്യഘട്ടം മുതൽ സുരക്ഷാ സന്നാഹങ്ങളും പ്രോട്ടോകോളുകളും ഒക്കെ മറികടക്കുന്ന ഒരു പ്രവണത ഗവർണർക്കുണ്ടായിരുന്നു. കാരണം ഇന്നലെ ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചെത്തി ഗസ്റ്റ് ഹൗസിൽ കയറിയ ശേഷം അദ്ദേഹം അപ്രതീക്ഷിതമായി പുറത്തേക്ക് വന്നാണ് ഈ ബാനറുകൾ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞത്. അതിന് പിന്നാലെ വൈകുന്നേരം വീണ്ടും അപ്രതീക്ഷിതമായി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരികയും സുരക്ഷാ വലയത്തിൽ നിന്നും പുറത്തു കടന്നെത്തി ഈ ജില്ലാ പോലീസ് മേധാവി, മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയോട് ദേഷ്യപ്പെടുകയും ആ ബാനറുകൾ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് തൊട്ട് പിന്നാലെ അദ്ദേഹം ബാനറുകൾ മാറ്റിച്ച ശേഷം കൂടുതൽ ബാനറുകൾ സർവകലാശാലയുടെ വിവിധയിടങ്ങളിലായി ഇരുന്നു. സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിലായി അത്തരം ബാനറുകൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് തികച്ചും ഗവർണറെ അസംതൃപ്തനാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ആവർത്തിച്ച് SFI നേതാക്കൾ പറയുന്നുണ്ട്, 1000 പോലീസുകാരുടെ സുരക്ഷാ വലയത്തിൽ കിടന്നാണോ വിദ്യാർത്ഥികളെ ഈ ഗവർണർ വെല്ലുവിളിക്കുന്നുവെന്ന ചോദ്യം മുന്നോട്ട് എഴുതിവിട്ടിരുന്നു. ആ ചോദ്യത്തിന് മറുപടി ഗവർണറുടെ ഭാഗത്തു നിന്നും, എന്നെ ആക്രമിക്കാനുണ്ടെങ്കിൽ, പ്രതിഷേധിക്കാനുള്ളവരുണ്ടെങ്കിൽ മാനാഞ്ചിറയിലേക്ക് പോരൂ, ഞാൻ അവിടെ കാണും എന്ന കൃത്യമായ സന്ദേശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. പൊതുജനങ്ങളെ അദ്ദേഹം അവിടെ വെച്ച് കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു സുരക്ഷാ ബാരിക്കേഡുകളും ഇല്ലാതെ, യാതൊരു വലയങ്ങളും ഇല്ലാതെ പൊതുജനങ്ങൾക്ക് തന്നെ അവിടെ വന്ന് കാണാൻ കഴിയും. അവരോട് താൻ ആശയവിനിമയം നടത്തുമെന്ന സന്ദേശം അദ്ദേഹം നൽകുന്നു. ഒരുപക്ഷെ BJP പ്രവർത്തകരടക്കമുള്ള ആളുകൾ മാനാഞ്ചിറയിലേക്ക് ഗവർണർക്ക് പിന്തുണ പ്രഖ്യാപിക്കാനായി എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം മനീഷ, മറ്റൊരു കാര്യം കൂടി, അതായത് അദ്ദേഹം ഇത്തരത്തിൽ ഈ പോലീസ് സംരക്ഷണത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ നടത്തുന്നത്, അതിന്റെ പിൻബലത്തിലാണ് എന്നുള്ള വിമർശനത്തിന് മറുപടി എന്നോണമാണ് ഈ യാത്ര ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ മാധ്യമങ്ങളെ കണ്ട സമയത്തും അദ്ദേഹത്തിന് നേരെ പ്രധാനമായി ഉയർന്നു വന്ന ചില വിമർശനങ്ങളുണ്ട്. അതായത് ഇന്നലെ പോലീസിനോട് കയർത്ത് സംസാരിച്ചത്, കണ്ണൂരിനെ പറ്റി അദ്ദേഹം നടത്തിയ പരാമർശം, അതിലൊക്കെയും ഗവർണർ മറുപടി നൽകിയിരുന്നു അല്ലേ? തീർച്ചയായും അദ്ദേഹം അക്കാര്യങ്ങൾക്കൊക്കെ മറുപടി നൽകി. ബ്ലഡി കണ്ണൂർ എന്ന തന്റെ വാക്കുകൾ പരക്കെ CPM ഉപയോഗിക്കുന്നു. കണ്ണൂരിലെ ജനങ്ങളെ കുഴപ്പക്കാരാക്കി മാറ്റുന്നു എന്ന ഒരു വിമർശനമാണ്. കണ്ണൂരിന്റെ ചരിത്രം ഗവർണർക്ക് അറിയില്ല എന്നാണ് AK ബാലൻ അടക്കമുള്ളവർ പറഞ്ഞത്. സ്വാതന്ത്ര്യ സമര കാലം മുതൽ ഉജ്ജ്വലമായ സമര പാരമ്പര്യം ഉള്ള സ്ഥലമാണ് കണ്ണൂർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ആ വിലയിരുത്തൽ കണ്ണൂരിലെ ജനങ്ങളെ പറ്റിയല്ല. കണ്ണൂരിലെ ജനങ്ങൾ നല്ലവരായ ആളുകളാണ്, അവർക്ക് തന്നെ ഇഷ്ടമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ ഇഷ്ടമാണ്. ഇവിടെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്ക് മാത്രമാണ് തന്നെ ഇഷ്ടമല്ലാത്തതുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം ഈ സർവകലാശാല ആസ്ഥാനത്തിൽ പ്രതിഷേധിക്കാൻ എത്തുന്നത് SFI മാത്രമാണ്. അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമുള്ള പ്രതിഷേധമാണ്. മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്കൊന്നും തനിക്കെതിരെ യാതൊരു വിരോധവുമില്ല, തനിക്കെതിരെ അവർക്കൊന്നും ഒരു പ്രതിഷേധവും നടത്തേണ്ടതില്ലല്ലോ എന്ന ഒരു ചോദ്യവും ഗവർണർ മുന്നോട്ട് വയ്ക്കുന്നു. അതിനുശേഷമാണ് സുരക്ഷാ വലയത്തിനപ്പുറം പൊതുജനങ്ങളിലേക്ക് താനിത ഇറങ്ങിപ്പോകുന്നു, ജനങ്ങളോട് സംവദിക്കാൻ താനിത ഇറങ്ങിപ്പോകുന്നു. പ്രതിഷേധിക്കാനുള്ളവർ മാനാഞ്ചിറയിലേക്ക് വരൂ, കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിൽ താനുണ്ടാവും, അവിടെ വെച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം, അവിടെ വെച്ച് നിങ്ങളുടെ പ്രതിഷേധങ്ങൾ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താൻ വരൂ. പോലീസ് സുരക്ഷയ്ക്ക് അപ്പുറം എന്റെ നേരെ ഒരു കൈയെങ്കിലും വീശു, അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് കാട്ടിത്തരാം എന്ന് അദ്ദേഹം നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ തന്റെ നേരെ ആരെങ്കിലും വന്നാൽ വരുന്നവരെ കാണട്ടെ, ഞാനിതാ മാനാഞ്ചിറയിലുണ്ട്. നേരത്തെ ഈ യുദ്ധപ്രഖ്യാപനങ്ങളും നാട്ടിൽ വെല്ലുവിളികളൊക്കെ നടക്കുമ്പോൾ നമുക്ക് തെരുവിൽ കാണാമെന്ന് പറയുന്നത് പോലെ കോഴിക്കോട്ടെ ഏറ്റവും വിശാലമായ ഇടത്ത്, കോഴിക്കോട്ടെ ഏറ്റവും ജനങ്ങൾ തിങ്ങി വരുന്ന സ്ഥലത്ത്, പൊതുവിടത്ത് വെച്ച് നമുക്ക് കാണാം എന്ന് ഗവർണർ പറയുന്നു. അദ്ദേഹത്തിന്റെ യാത്ര തുടരുകയാണ്. കോഴിക്കോട് നഗരത്തിലേക്ക് ഏതാണ്ട് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. നഗരത്തിന്റെ ബൈപ്പാസിൽ വഴി, ഹൈവേ വഴി പാലാഴി ഭാഗത്തേക്ക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം എത്തിക്കൊണ്ടിരിക്കുന്ന വാഹനവ്യൂഹം പോകുന്ന കാഴ്ച നമുക്ക് മുന്നിൽ കാണുന്ന പോലീസ് വാഹനവും അതിനു മുന്നിൽ കാണുന്ന ആംബുലൻസും അതിനു മുന്നിൽ കാണുന്ന പോലീസ് വാഹനങ്ങളും ഒക്കെ
ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്നതിനുള്ള വാഹന വ്യൂഹത്തിൽ ഉൾപ്പെട്ട വാഹനങ്ങളാണ്. അവ ഇങ്ങനെ വഴിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഗതാഗത പുനഃക്രമീകരണത്തിന് പോലും ആ സമയം നൽകാത്ത വിധം, അല്ലെങ്കിൽ വാഹന ഗതാഗതം നിയന്ത്രിക്കാനൊക്കെ ഈ പോലീസിന് പറ്റുന്നതിന് മുമ്പാണ് അപ്രതീക്ഷിതമായ ഒരു നീക്കം ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടാക്കിയത്. താൻ മാനാഞ്ചിറയിലാണ് പോകുന്നത് എന്ന് നേരത്തെ ഗവർണർ പ്രഖ്യാപിക്കുക പോലും ഉണ്ടായില്ല. തനിക്ക് യാതൊരു സുരക്ഷയും വേണ്ട, തന്റെ വാഹനത്തിൽ പൊക്കോളാം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം വഴിതിരിഞ്ഞത്. ആദ്യം വഴിതിരിഞ്ഞപ്പോൾ ചെറിയൊരു ആശയക്കുഴപ്പം പോലും ഈ വാഹന വ്യൂഹത്തിന് ഉണ്ടായി. ഒറ്റ വശത്തേക്കുള്ള പാത തിരിഞ്ഞ് മറുവശത്തേക്ക് ആദ്യം പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീടാണ് അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലീസിന് പോലും മനസ്സിലായത്. അദ്ദേഹം മാനാഞ്ചിറയിലേക്കാണ് എന്ന് പറഞ്ഞപ്പോഴാണ് പോലീസിന് പോലും അക്കാര്യം മനസ്സിലായത്. എന്തായാലും ആ പോലീസ് വാഹന വ്യൂഹം അദ്ദേഹത്തിന്റെ വാഹനങ്ങൾക്ക് അകമ്പടി ചെയ്യിച്ചുകൊണ്ട് മാനാഞ്ചിറയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ്. മാനാഞ്ചിറയിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ആരൊക്കെ? പൊതുജനങ്ങളോട് അദ്ദേഹം ഏതൊക്കെ രീതിയിൽ സംവദിക്കും? പ്രതിഷേധക്കാർ മാനാഞ്ചിറയിലേക്ക് എത്തുമോ? പിന്തുണയുമായി BJP പ്രവർത്തകർ മാനാഞ്ചിറയിലേക്ക് എത്തുമോ? ഞാനിതാ മാനാഞ്ചിറയിലേക്ക് നിങ്ങളുടെ സുരക്ഷാ സന്നാഹങ്ങൾ വേദിച്ച് നിങ്ങളുടെ 500 പോലീസുകാരുടെയും 1000 പോലീസുകാരുടെയും അകമ്പടി ഇല്ലാതെ ഞാൻ മാനാഞ്ചിറയിലേക്ക് എത്തുന്നു. എന്നെ നേരിടാൻ കനത്ത സുരക്ഷ വർദ്ധിപ്പിക്കുക ആണല്ലേ? തീർച്ചയായും കനത്ത സുരക്ഷാ സന്നാഹങ്ങൾ തന്നെ മാനാഞ്ചിറയിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം ഗവർണറുടെ അപ്രതീക്ഷിത നീക്കമാണെങ്കിലും നഗരത്തിലുള്ള പോലീസുകാർ അവിടേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മാനാഞ്ചിറയിലേക്കുള്ള യാത്ര ഗവർണർ തുടരുമ്പോൾ അദ്ദേഹം എത്ര നേരം അവിടെ നിലയുറപ്പിക്കും, എത്ര നേരം അവിടെ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ യാത്രാ പദങ്ങളിൽ ഒന്നുമില്ലായിരുന്ന, സഞ്ചാരക്രമങ്ങളിൽ ഒന്നുമില്ലായിരുന്ന ഒരിടമാണ് മാനാഞ്ചിറ. ഇപ്പോൾ പാലാഴി ഹൈലൈറ്റ് മാൾ ഭാഗം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ യാത്ര മുന്നോട്ട് പോയിട്ടിരിക്കുന്നു. നമുക്ക് കാണാം ഈ മെട്രോ തൂണുകൾക്കൊക്കെ സമാനമായ രീതിയിൽ ഹൈവേ നിർമ്മാണം ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. ആ തൂണുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഗതാഗതം അങ്ങേയറ്റം ദുഷ്കരമായ ഒരു സമയമാണ്. ഇവിടെ വലിയ വിശാലമായ റോഡ് നിർമ്മാണം ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന കാഴ്ചയാണ്. അതിന്റെ ഓരത്തുകൂടി ആ ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന പാലങ്ങൾക്കടിയിൽ കൂടെ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം കടന്നുപോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മാനാഞ്ചിറ മൈതാനത്തേക്ക് കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുകയാണ്. കേരളത്തിലെ കലാലയങ്ങളിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന SFIയുടെ ഭീഷണിയെ തൃണവൽക്കരിച്ചുകൊണ്ട് SFI എതിർക്കുമെന്ന് പറഞ്ഞ അതേ ഇടത്ത് 2 ദിവസത്തെ താമസം പൂർത്തിയാക്കി 2 രാത്രികൾ അദ്ദേഹം അതേ സർവകലാശാല ആസ്ഥാനത്തെ ഗസ്റ്റ് ഹൗസിൽ പൂർത്തിയാക്കിയ ശേഷം 3-ാം ദിവസത്തിലെ അദ്ദേഹത്തിന്റെ ദിനചര്യകൾ ആരംഭിച്ചപ്പോൾ അദ്ദേഹം ഇതാ പോലീസിനെ അറിയിക്കാതെ, പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു സുരക്ഷയും എനിക്ക് വേണ്ട എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് നഗരത്തിലേക്ക്, കോഴിക്കോട് നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭൂമിയായ കോഴിക്കോട് ഒരുപക്ഷെ ഏറ്റവും അധികം ആളുകൾ വന്നിരിക്കുന്ന പകൽ സമയങ്ങളിൽ സമയം ചെലവഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരിടമായ മാനാഞ്ചിറയിലേക്ക് എത്തുകയാണ്. 1000 പോലീസിന്റെ പിൻബലത്തിൽ, 1000 പോലീസുകാരുടെ സുരക്ഷയിൽ തനിക്ക് ഭീഷണിയുണ്ട് എന്ന് നിലവിളിക്കുന്ന, അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും എന്ത് ചെയ്യുമെന്ന് വെല്ലുവിളിക്കുന്ന കീലേരി അച്ചു ആണെന്ന് പോലും SFI പ്രവർത്തകർ ആക്ഷേപിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് നഗരത്തിലേക്ക്. അതെ, ആ ആക്ഷേപങ്ങൾക്ക്, വിമർശനങ്ങൾക്ക് മറുപടി എന്ന ഓണം ഗവർണർ പോലീസ് സുരക്ഷ നിരസിച്ചുകൊണ്ട് ഇപ്പോൾ മാനാഞ്ചിറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരികെ എത്താം. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കും. വാർത്തകളിലേക്ക് തിരികെ എത്തുമ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ മാനാഞ്ചിറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വിവരങ്ങളിലേക്ക് തിരികെ എത്താം. അതിനു മുമ്പായി അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. ആരെയും ഭയമില്ലെന്നും തന്നെ ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. എന്തും നേരിടാൻ തയ്യാറാണ്, തനിക്ക് പോലീസ് സംരക്ഷണം ആവശ്യമില്ല. ഇക്കാര്യം DGP അറിയിച്ചിട്ടുണ്ട്. പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. രാജ്യത്തെ മികച്ച പോലീസ് സംവിധാനമാണ് കേരളത്തിലേതെന്നും ഗവർണർ പറഞ്ഞു. That I have been a minister for state for home affairs in charge of police division, and right from that time
and I hold the same opinion today. Kerala police is one of the finest police in the country. I have absolutely no doubt about it. They are the best police force in the country. Every institution suffers from some problems. They may also suffer from some handicaps. But as a police force, they are the best in the country. I have absolutely no doubt. So I do not think that I have or anybody has any reason to complain against the police. ഗവർണർക്കെതിരെ വീണ്ടും മുഖ്യമന്ത്രി. കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കാനാണ് ഗവർണർ ആഗ്രഹിക്കുന്നത്. അതിന് ഗവർണർ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുകയാണ്. ഗവർണർക്ക് മറ്റെന്തോ ഉദ്ദേശ്യമുണ്ട്. കേന്ദ്രത്തിന്റെ പ്രതിനിധികളുമായി ആലോചിച്ചാണ് ഗവർണർ കാര്യങ്ങൾ ചെയ്യുന്നത്. കേന്ദ്ര സംസ്ഥാന ബന്ധം വഷളാക്കണ്ടെങ്കിൽ തിരുത്തിക്കാൻ നടപടി വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ നാടിനോട് പൊതുവായ എതിർപ്പ് BJPക്കുണ്ട്. BJPക്ക് ആ എതിർപ്പിന് ഇടയാക്കിയിട്ടുള്ളത് രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ എടുത്താൽ കേരളത്തിൽ വലിയ തോതിൽ അവർക്ക് സ്ഥാനം ലഭിക്കുന്നില്ല, സ്വീകാര്യതയില്ല. കേരളീയ മനസ്സ് അവരെ സ്വീകരിക്കുന്നില്ല. അപ്പോൾ കേരളീയ മനസ്സ് സ്വീകരിക്കാത്തതിന് കേരളത്തോട് വിരോധമായിട്ട് വരികയാണ്. ആ വിരോധമാണിപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രകടിപ്പിക്കുന്ന വിരോധത്തിൻ്റെ ഏറ്റവും വലിയ വക്താവായിട്ടാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനും വന്നിട്ടുള്ളത്. ഇപ്പോൾ ബ്ലഡി കണ്ണൂർ എന്ന് പറയാൻ എന്താ കാരണം? അതിൽ ഇന്നലെ ഞാൻ പൊതുയോഗങ്ങളിൽ പറഞ്ഞതുണ്ട്. അതിന് പുറമേ ഒരു കാരണവും കൂടിയുണ്ട്. അതിനകത്ത് നാം കാണേണ്ടത് കണ്ണൂരായിരുന്നു ഒരു പരീക്ഷണശാലയായിട്ട് നേരത്തെ RSS എടുത്തത്. കേരളത്തിലെ RSSൻ്റെ ഒരു തുടക്കം മുതലേയുള്ളൊരു കേന്ദ്രം, അവരുടെ തുടക്കകാലത്ത് തന്നെ അവർ തുടങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ് തലശ്ശേരി. അവിടെ പക്ഷേ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമൊന്നുമില്ല. അവിടെ അവരൊരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. അത് നേരത്തെയുള്ള ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ടൊരു വർഗീയ കലാപത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും കൂടി. ഗവർണറുടെ ഭീഷണിയൊന്നും കേരളത്തിൽ ഏശില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാഷ്ട്രപതി ഭരണം ഒക്കെ വരുമ്പോൾ നോക്കാം. RSS BJP സംവിധാനത്തിന് വേണ്ടി തന്നെയാണ് ഗവർണർ യൂണിവേഴ്സിറ്റികളിൽ ഇടപെടുന്നത്. ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആളായി ഗവർണർ മാറിയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസിൻ്റെയും മുമ്പിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളായിട്ട് ഇപ്പോൾ ഗവർണർ മാറിയിരിക്കുകയാണ്. ഗവർണർക്ക് തോന്നിയതുപോലെ പറയുക. അതാണിപ്പോൾ ബ്ലഡി കണ്ണൂർ എന്ന് അദ്ദേഹം പറഞ്ഞില്ല. എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ഏത് തെളിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്? അപ്പോൾ എന്തും പറയാനുള്ള ഒരു ലൈസൻസ് ഉണ്ട് എന്നുള്ള ധാരണയാണ്. അതിന് പിന്നിൽ RSS BJP സംവിധാനം തന്നെയാണ്. അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നോമിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ കേരള സെനറ്റിലേക്കും വന്ന നോമിനേഷൻ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അല്ലാണ്ട് എവിടെ നിന്ന് കിട്ടിയതാ? അപ്പോൾ ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ തകർക്കാൻ, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തമത്തായ രീതിയിൽ ഇപ്പോഴും തന്നെ പ്രതിരോധിക്കുന്ന ഒരു നിലപാടാണ് BJP ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം നിന്ന് കേരളത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസുകാരുടെ നടുവിൽ നിന്നാണ് ഗവർണർ SFIയെ വെല്ലുവിളിക്കുന്നതെന്ന് AK ബാലൻ. SFIക്കാർ ഒരു വിധത്തിലും ഗവർണറെ ആക്രമിക്കില്ല. ഗവർണറുടെ സുരക്ഷ വേണമെങ്കിൽ SFI ഏർപ്പെടുത്താം. രാഷ്ട്രപതി ഭരണത്തെ ആര് ഭയക്കുന്നുവെന്നും AK ബാലൻ ചോദിച്ചു. ഗവർണർക്ക് ഈ പ്രൊട്ടക്ഷൻ കൊടുത്തത് ഗവർണർ സുരക്ഷിതമായി നിൽക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിലും SFIക്കാർ ഒന്നും ചെയ്യില്ല. ഇന്ന പോലീസുകാരെല്ലാം പിൻവലിച്ചോട്ടെ, ഉറപ്പ് കൊടുക്കാം. യാതൊന്നും സംഭവിക്കില്ല ഇവിടെ. പിന്നെ ഈ പോലീസിൻ്റെ വലയിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ദിവസവും വീരവാദം, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും. ആരോട്? SFIക്കാരോട്. ഗവർണറെ SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ ഗവർണർ വൈകിട്ട് കാലിക്കറ്റ് സർവകലാശാലയിലെ സെമിനാറിൽ പങ്കെടുക്കും. ക്യാമ്പസിൽ ഇന്നും ശക്തമായ പ്രതിഷേധം തുടരുമെന്ന നിലപാടിലാണ് SFI. സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തുന്ന AASF ഗവർണറെ തടയുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ശക്തമായ പോലീസ് വലയത്തിലാണ് സർവകലാശാല ക്യാമ്പസ്. അതിനിടെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് പുറമെ സംസ്ഥാനത്തെ വിവിധ ക്യാമ്പസുകളിൽ SFI ഗവർണർക്കെതിരെ ബാനർ ഉയർത്തി.
ഗവർണർ കവലച്ചട്ടമ്പിയെ പോലെ പെരുമാറുന്നുവെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. ബാനർ അഴിപ്പിക്കാൻ ഗവർണർ ആരെന്നും ന്യൂസ് 18നോട് പ്രതികരിക്കവേ അലോഷി ചോദിച്ചു. അല്ല, ഈ വിഷയത്തിൽ തുടക്കം മുതൽ സംഘപരിവാറിന് എതിരായിട്ടുള്ള നിലപാട് തന്നെയാണ് KSU സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അത് വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ NCERT വിഷയത്തിൽ ഉൾപ്പെടെ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയാണെങ്കിൽ സംഘപരിവാറിനെതിരെ കൃത്യമായിട്ടുള്ള നിലപാടുകളെല്ലാം സ്വീകരിച്ചു തന്നെയാണ് മുന്നോട്ട് പോയത്. ഒരു വിദ്യാർത്ഥി സംഘടനയോട് ബാനർ അഴിക്കാൻ പറയാൻ ഉത്തരവിടേണ്ടുന്ന ആളല്ല കേരള ഗവർണർ. അത് കേവലം കവല ചട്ടമ്പിയുടെ സമാനമായിട്ട് ആ നിലവാരത്തിലേക്ക് കേരള ഗവർണർ മാറുമ്പോൾ ആ ബാനർ അഴിക്കാൻ പറയുമ്പോൾ ആ ബാനർ അഴിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ചെവിക്ക് പിടിച്ച് പുറത്തു കളയാനുള്ള ആർജവം പിണറായി വിജയൻ കാണിക്കണമെന്നുമാണ് ഈ വിഷയത്തോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്. ഒരു വിദ്യാർത്ഥി സംഘടനകൾക്ക് സ്വാഭാവികമായും ബാനറുകൾ എഴുതാനുള്ള അവകാശങ്ങൾ ഉണ്ട്. SFIയും സർക്കാരും സംഘപരിവാർ ഇടനിലക്കാരും സർക്കാരിന്റെ ഇടയിലുള്ള ഇടനിലക്കാരും കൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ട് ഈ സമരത്തെ നോക്കിക്കാണാൻ മാത്രമാണ് KSU ആഗ്രഹിക്കുന്നത്. കാരണം ഇതൊരു പൊടുന്നനെ ഇത്തരത്തിലുള്ള ഒരു സമരം ഉയരുമ്പോൾ ഇതിന്റെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കുക. കേരളത്തിലെ സർക്കാർ വലിയ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ പ്രതിരോധത്തിലാകുന്ന ഒരു ഘട്ടത്തിലാണ്. അവരുടെ സംരക്ഷകരുടെ നിലയിലേക്കാണ് SFI കടന്നു വരുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ നടക്കുന്നത് അധികാര വടംവലിയെന്ന് SFI സമരം നാടകമെന്നും MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്. ഗവർണറെയോ CPMനോ തള്ളാനോ കൊള്ളാനോ ഇല്ലെന്നും PK നവാസ് പറഞ്ഞു. ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഉന്നതമായ അധികാര പദവിയുള്ള ഗവർണർ, അതിന് തൊട്ട് താഴെയുള്ള ഭരിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷിക്കെതിരെ, SFIക്കെതിരെ, VCക്കെതിരെ അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ കഴിഞ്ഞ 2 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. കോളേജിലാണ് കേരള സർവകലാശാലയ്ക്കുള്ള തിരികെ വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ പോലീസ് സംരക്ഷണം നിരസിച്ച് ഗവർണർ ഇപ്പോൾ മാനാഞ്ചിറയിലേക്കുള്ള യാത്രയിലാണ്. യാത്രയ്ക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി MS അനീഷ് കുമാർ കൂടി ഉണ്ട്. അനീഷ്, ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? See there, make your own observation. seeing all the people Please. ഇഷ്ടം പോലെ ബൈറ്റ് കൊടുത്തേ. അവിടെ ചോദിക്കാം. ഞാൻ വരും സർ. അതെയോ? എല്ലാരും വാ. നിങ്ങൾ അവിടെ നിൽക്കല്ലേ, എടുക്കല്ലേ, മിഠായി തെരുവിലിട്ട് പോ. വണ്ടി എന്തും നേരിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സംരക്ഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ മാനാഞ്ചിറയിലേക്ക് പുറപ്പെട്ടതാണ്. അദ്ദേഹം യാത്രാ മധ്യയാണെന്നാണ് മനസ്സിലാക്കുന്നത്. MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? മാനാഞ്ചിറയിലെത്തി അദ്ദേഹം കുട്ടികളെയൊക്കെ കാണുന്നു. Come, I want to meet you. Come here. Come here. I want to meet you. Come here, they will take your photograph. Come here, I want to meet you. Okay, sir. Okay. Come here. Okay, sir. Okay. കോഴിക്കോട് നഗരത്തിൽ ഇറങ്ങി ഗവർണർ. Good sir.
Thank you, sir. You are really I'm very careful. People love you. You love people. You are the open mind. Thank you. മാനാഞ്ചിറയിലെത്തിയ ഗവർണർ പൊതുനിരത്തിലേക്ക് ഇറങ്ങി കുട്ടികളെ കാണുകയും അവരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും വാഹനത്തിലേക്ക് കയറിയിട്ടുണ്ട്. കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി കുട്ടികളെ കണ്ടതിനു ശേഷം അവരോട് സംസാരിച്ചതിന് ശേഷം വീണ്ടും വാഹനത്തിലേക്ക് കയറിയ ഗവർണർ ഇപ്പോൾ പൊതുനിരത്തിലുള്ള സാധാരണക്കാരായവരോട് കൈവീശി അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ വാഹനത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ കണ്ടിട്ട് You are all study very hard, very hard. You should work very hard. Yes. Education is very important. Okay? ഇതാരാന്ന് മനസ്സിലായോ? ആരെന്ന് മനസ്സിലായോ? ആരാണ്? മാനാഞ്ചിറയിലെ പൊതുനിരത്തിൽ കുട്ടികളുടെ മറ്റൊരു കൂട്ടം കൂടി കണ്ടപ്പോൾ ഗവർണർ ഒരിക്കൽ കൂടി വാഹനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവരെ ആശ്ലേഷിക്കുകയും അതോടൊപ്പം വാരിപ്പുണരുകയും സംസാരിക്കുകയും എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു ഉപദേശം കൂടി കുട്ടികൾക്ക് നൽകിയതിനു ശേഷം അദ്ദേഹം വീണ്ടും വാഹനത്തിലേക്ക് കയറി പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഴിയോരത്ത് കാണുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ യാത്ര പുരോഗമിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ മാനാഞ്ചിറയിൽ തുടരുകയാണ്. അദ്ദേഹം നിലവിലിപ്പോൾ വാഹനത്തിൽ പതുക്കെ മൂവ് ചെയ്ത് പൊതുനിരത്തിൽ കാണുന്ന ആളുകളെയൊക്കെ അഭിവാദ്യം ചെയ്തുകൊണ്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹം എവിടെയെങ്കിലും ഇറങ്ങുമോ, മാധ്യമങ്ങളോട് സംസാരിക്കുമോ എന്നുള്ളതൊന്നും ഇപ്പോൾ പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അല്പസമയം മുമ്പ് മാധ്യമങ്ങൾ പ്രതികരണം തേടിയപ്പോൾ നേരത്തെ പലതവണ അദ്ദേഹം പ്രതികരിച്ചതാണ്. അതുകൊണ്ട് പിന്നീട് പ്രതികരിക്കാം എന്നുള്ളൊരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ പൊതുനിരത്തിലൂടെ അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. Okay. Come here, sir. Come, my darling. Come. Okay. Come. Okay.
ഇപ്പോൾ സീറ്റ് ഓർബിറ്റിന്റെ ജംഗ്ഷൻ കണ്ടിട്ട ശേഷം വിദ്യാർത്ഥികളെ കണ്ടിട്ടുടനെ അദ്ദേഹം ആ റോഡിലേക്ക് ഇറങ്ങി മാനാഞ്ചിറ മേഖലയിലാണ് ഇപ്പോൾ ഉള്ളത്. SBയുടെ മേഖലയിൽ കുട്ടികൾക്കൊപ്പം കുട്ടികളെ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ എത്തിയിട്ടുള്ള അനീഷ് കുമാർ ഉണ്ട് ഗവർണർക്കൊപ്പം. അനീഷ്, എന്താണ് പുതിയ വിവരങ്ങൾ? അദ്ദേഹം മാനാഞ്ചിറ സ്ക്വയറിന്റെ സമീപത്തൂടെ കടന്നുപോയി ഇപ്പോൾ മിഠായി തെരുവിലേക്ക് എത്തുന്നു. മിഠായി തെരുവിൽ അദ്ദേഹം ജനങ്ങളുമായി ആശയവിനിമയം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ അദ്ദേഹം പലയിടങ്ങളിൽ നിർത്തി കുട്ടികളുമായി സംസാരിച്ചു, കുട്ടികളുമായി ഫോട്ടോ എടുത്ത് കുറച്ചധികം കുട്ടികളെ ഒക്കത്തെടുത്ത് അദ്ദേഹം ലാളിച്ചു. നന്നായി പഠിക്കണം, നല്ലവരായി വളരണം എന്നിങ്ങനെയുള്ള സന്ദേശങ്ങളും നൽകി. ഒപ്പം അദ്ദേഹം മറ്റ് ജനങ്ങളെ ആശ്ലേഷിക്കുകയും അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുകയും ചെയ്തു. അതിനുശേഷം ഇതാ കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭൂമിയായ മാനാഞ്ചിറയിലേക്ക് മിഠായി തെരുവിലേക്ക് അദ്ദേഹം എത്തുന്നു. മലബാറിനെ തന്നെയല്ല, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പൈതൃകമുള്ള മിഠായി തെരുവിലേക്ക് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു തെരുവാണ്, ഒരു ചന്തയാണ് മിഠായി തെരുവ്. അവിടേക്ക് അദ്ദേഹം എത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നേരത്തെ വഴിനീളെ കോഴിക്കോട് നഗരത്തിൽ പ്രവേശിച്ച ശേഷം അദ്ദേഹം വലിയ കുട്ടികളുടെ എണ്ണത്തെ കണ്ട് അവിടെ നിർത്തി ഇറങ്ങുകയും കുട്ടികളോടൊപ്പം സംസാരിക്കുകയും കുട്ടികളോടൊപ്പം ചേർന്ന് ചിത്രങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്ത് അവർക്ക് സന്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്ത ശേഷമാണ് അദ്ദേഹം മാനാഞ്ചിറ സ്ക്വയറിന്റെ സമീപത്തുള്ള മിഠായി തെരുവിലേക്ക് SM സ്ട്രീറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മിഠായി തെരുവിൽ അദ്ദേഹത്തിന്റെ വാഹനം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം മിഠായി തെരുവിലേക്ക് ഇറങ്ങാൻ പോകുന്നു. തന്റെ 1000 പോലീസുകാരുടെ സുരക്ഷയിലാണ് താൻ SFI അതെ, വലിയ തിരക്കുള്ള സ്ഥലങ്ങളിലേക്ക് ഗവർണർ എത്തുകയാണ്. ഇപ്പോൾ മിഠായി തെരുവിലേക്കാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വാണിജ്യ കേന്ദ്രമാണ്. ഒരുപാട് ജനങ്ങൾ ദിവസവും എത്തുന്ന ഒരു സ്ഥലമാണ്. അവിടേക്ക് ഗവർണർ എത്തിയിരിക്കുകയാണ്. പൊതുനിരത്തിലേക്ക് ഇറങ്ങി ജനങ്ങളുമായി ആശയവിനിമയം നടത്തുക എന്നത് തന്നെയാണ് ഗവർണർ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വഴിമധ്യേ മാനാഞ്ചിറയിലും അദ്ദേഹം ഇത്തരത്തിൽ കുട്ടികളുടെ കൂട്ടം കണ്ടപ്പോൾ ഇറങ്ങുകയും അവരോട് സംസാരിക്കുകയും അവർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വഴിയിൽ കണ്ട ജനങ്ങളെയെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഗവർണർ എത്തുകയും ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം മിഠായി തെരുവിൽ എത്തിയിരിക്കുകയാണ്. വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഗവർണർ മിഠായി തെരുവിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ള വഴി ഒരുക്കുകയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ, പോലീസുകാരും ചേർന്ന്.
ഗവർണർ മിഠായി തെരുവിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഗവർണറിന് വഴിയൊഴുക്കാനുള്ള പ്രയാസത്തിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും ഇപ്പോൾ ഉള്ളത്. പൊതുനിരത്തിലൂടെ നടന്ന് ജനങ്ങളുമായി ആശയവിനിമയം നടത്താൻ തന്നെയാണ് ഗവർണറുടെ തീരുമാനം. അദ്ദേഹം ഇപ്പോൾ കാറിൽ നിന്ന് മിഠായി തെരുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ വലിയ ജനക്കൂട്ടം വളഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് അകത്തേക്കുള്ള വഴി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇപ്പോൾ. വയ്യോടെ നിങ്ങൾ പിടിച്ചു വലിക്കാൻ മതി. നിങ്ങൾ പിടിച്ചു വലിക്കാൻ മതി. അങ്ങോട്ട് കുറച്ചങ്ങോട്ട് നീങ്ങുന്നില്ല. എടുത്തോ കുഴപ്പമില്ല. പക്ഷെ ഗ്യാപ്പിടും. ഗ്യാപ്പിടും. മനസ്സിലാക്കും. ഒരുപാട് ആളുകൾ ഗവർണറെ കാണുവാൻ വേണ്ടി ഗവർണറുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അവരെയൊക്കെ കൈകൊടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഗവർണർ. ഇപ്പോൾ ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ സമീപത്തായി നിൽക്കുകയാണ് ഗവർണർ. മിഠായി തെരുവിൽ ഇത്തരത്തിൽ ഇരുവശങ്ങളിലുമായുള്ള വ്യവസായ സ്ഥാപനങ്ങളുടെ നടുവിലൂടെയുള്ള ചെറുവഴിയിൽ കൂടി ഗവർണർ ഇപ്പോൾ നടന്നു നീങ്ങുകയാണ്. അതിനിടയിൽ ഓരോ ആളുകളെയും കാണുമ്പോൾ അവരെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്, കൈ കൊടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. മിഠായി തെരുവിലെ ഒരു കടയിലേക്ക് പ്രവേശിക്കുകയാണ് ഗവർണർ ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കുന്നത്. അനീഷ് ചേരുന്നുണ്ട് നമുക്കൊപ്പം. അനീഷ്, ഒരു കടയിലേക്ക് കയറുകയാണ് ഗവർണർ അല്ലേ?
തീർച്ചയായും അദ്ദേഹം മിഠായി തെരുവിലെ അദ്ദേഹത്തിന്റെ കറക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദ്യം മിഠായി തെരുവിലെത്തി വലിയ തിരക്കാണ്. ഈ അദ്ദേഹത്തിന്റെ സുരക്ഷാ വ്യൂഹവും മാധ്യമപ്രവർത്തകരും പൊതുജനങ്ങളും ഒക്കെ അടക്കം വലിയൊരു ജനങ്ങളുടെ ഒരു പെരുക്കം തന്നെ ഇവിടെ ഉണ്ട്. അതിനുശേഷം ഇപ്പോൾ മലബാർ ഹൽവ സ്റ്റോർ എന്ന കടയിലേക്കാണ് അദ്ദേഹം കയറിയിരിക്കുന്നത്. നമുക്കറിയാം കോഴിക്കോടൻ ഹൽവ ഏറെ മേന്മേറിയതാണ്. കോഴിക്കോട് എത്തി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ എല്ലാവരും ഹലുവയൊക്കെ വാങ്ങിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാവും അദ്ദേഹത്തെ ഈ മലബാർ ഹൽവ സ്റ്റോർ ആകർഷിച്ചത്. അദ്ദേഹം അവിടേക്ക് കയറി ആദ്യം ഒരു തുണിക്കടയിൽ കയറി അവിടെ ചെറുതായി ആശയവിനിമയമൊക്കെ നടത്തിയ ശേഷമാണ് അദ്ദേഹം അതിന് തൊട്ടടുത്ത കടയിലേക്ക് വന്നത്. എന്തായാലും മിഠായി തെരുവ് സാധാരണഗതിയിൽ തന്നെ അങ്ങേയറ്റം തിരക്കേറിയ ഒരു വ്യാപാര കേന്ദ്രമാണ്. അവിടേക്കാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി ഒരു VVIP അതിഥി എത്തിയിരിക്കുന്നത്. ആ അതിഥി എത്തിയതിന്റെ അമ്പരപ്പിലാണ് നാട്ടുകാരെന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ വിശേഷിപ്പിക്കാം. ആയിരക്കണക്കിന് 1000-ഓളം പോലീസുകാരുടെ മധ്യത്തിലാണ് ഗവർണർ തങ്ങളെ വെല്ലുവിളിച്ചത്. ആ സുരക്ഷയിൽ ഒരു തരത്തിലുമുള്ള ഭീഷണിയുമില്ല. അത്തരത്തിൽ സുരക്ഷാ വലയത്തിൽ നിന്നാണ് തങ്ങളെ ഗവർണർ വെല്ലുവിളിച്ചതെന്നാണ് SFI ആരോപിച്ചത്. എന്നാൽ അതേ SFIക്കുള്ള ഒരു മറുപടി അദ്ദേഹം തിരക്കേറിയ കേരളത്തിലെ ഏറ്റവും പൈതൃക ഉൾക്കൊള്ളുന്ന ഒരു തെരുവിൽ, കേരളത്തിലെ ഏറ്റവും വലിയ തെരുവുകളിൽ ഒന്നിൽ ആയിരക്കണക്കിന് കടകളുള്ള തെരുവിലൂടെ അദ്ദേഹം ഇതാ നിർഭയനായി നീങ്ങുന്നു. പോലീസ് വലയം അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ പോലും അങ്ങേയറ്റം സുരക്ഷയ്ക്ക് വീഴ്ചകൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ പഴുതുകൾ ഉണ്ടാവാൻ ഇടയുള്ള ഒരു ജനക്കൂട്ടത്തിനിടയിലേക്ക് അദ്ദേഹം തെല്ലും ഭയക്കാതെ ആളുകളോട് ചിരിച്ച് രസിച്ച് വർത്താനം പറഞ്ഞ് കടകൾ സന്ദർശിച്ചൊക്കെ അദ്ദേഹം ഇപ്പോൾ മിഠായി തെരുവിൽ കറങ്ങി നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. നേരത്തെ മാനാഞ്ചിറ മൈതാനത്തിന് അടുത്ത് അദ്ദേഹം കുട്ടികളെ കണ്ട് അവർക്കിടയിലേക്ക് ഇറങ്ങിപ്പോയി സെൽഫികൾ എടുത്തും ചിരിച്ചും നന്നായി പഠിക്കണമെന്നും നല്ലവരായി വളരണമെന്നും ഒക്കെയുള്ള നിർദ്ദേശം നൽകി ഇറങ്ങി. അതിനുശേഷം വന്ന ചെറുപ്പക്കാരെയും വയോധികരെയും ഒക്കെ അദ്ദേഹം നിരാശരാക്കാതെ അവരോടൊക്കെ കുശലം പങ്കുവെച്ച് പിന്നെയും മുന്നോട്ട് നീങ്ങി അടുത്ത ജംഗ്ഷനിൽ വീണ്ടും വലിയ ഒരു കുട്ടികളുടെ കൂട്ടം അദ്ദേഹത്തെ എതിരേറ്റു. ആ കുട്ടികളുടെ കൂട്ടത്തേക്ക് ആവേശപൂർവ്വം അദ്ദേഹം എത്തുകയും ഏതാനും കുട്ടികളെ കയ്യിലെടുത്ത് ലാളിക്കുകയും ചെയ്ത ശേഷമാണ് അദ്ദേഹം മാനാഞ്ചിറയിലെ തന്റെ കറക്കം ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിർഭയനായി വളരെ ആഹ്ലാദവാനായി കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ ഇഷ്ടമാണ്, അവരുടെ സ്നേഹം നേരിട്ട് അനുഭവഭേദ്യമാക്കുന്നതിനാണ് താനിപ്പോൾ മിഠായി തെരുവിലേക്ക് എത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം മിഠായി തെരുവിലൂടെ തന്റെ യാത്ര മുന്നോട്ട് നീക്കുകയാണ്. 1000 പോലീസുകാരുടെ സുരക്ഷയിൽ കീലേരി അച്ചുവിനെ പോലെ ഗവർണർ SFIയെ വെല്ലുവിളിക്കുന്നുവെന്നാണ് SFI സംസ്ഥാന സെക്രട്ടറി PM ആർ ഷോ പറഞ്ഞത്. എന്നാൽ അതിനും മറുപടിയായി വിരലിലെണ്ണാവുന്ന പോലീസുകാരുടെ സാന്നിധ്യത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ തെരുവുകളിലൊന്നിൽ ഏറ്റവും വലിയ വ്യാപാര സങ്കേതത്തിൽ അദ്ദേഹം ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ജനങ്ങളെ ആശ്ലേഷിച്ചുകൊണ്ട് അവരോട് ആശയവിനിമയം നടത്തിക്കൊണ്ട് അവരോട് കുശലങ്ങൾ പറഞ്ഞുകൊണ്ട് അവർക്ക് ഫോട്ടോ എടുക്കാനുള്ള സമയം നൽകിക്കൊണ്ട് ഇതാ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മിഠായി തെരുവിലൂടെ നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തനിക്ക് യാതൊരു സുരക്ഷാ വലയത്തെയും വേണ്ട, തനിക്ക് യാതൊരു രീതിയിലുള്ള ഭയവുമില്ല, ജനങ്ങളെ തനിക്ക് വിശ്വാസമാണ്. താൻ തന്റെ കാലാവധി കഴിഞ്ഞ അല്ലെങ്കിൽ പൊതുജീവിതമൊക്കെ ഏതാണ്ട് അവസാനിച്ചയാളാണ്. എക്സ്റ്റെൻഡഡ് ലൈഫാണ് തനിക്കിവിടെ ലഭിച്ചിരിക്കുന്നത്, കൂടുതലായി ലഭിച്ച പൊതു സമയമാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് കയ്യടികളൊക്കെ ഓടുകൂടിയാണ് ആളുകളെ ജനക്കൂട്ടം വരവേൽക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കടയിൽ കൂടി അദ്ദേഹം കയറാൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ജനക്കൂട്ടമാണ്, പോലീസ് വലയമുണ്ട്, നാട്ടുകാരുടെ വലിയൊരു നിരയുണ്ട്. അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്പോൾ മിഠായി തെരുവിലേക്ക് വന്നിരിക്കുന്നു. മിഠായി തെരുവിലെ തനത് കടകളിലൊന്ന്, ആധുനിക രീതിയിലുള്ള കടകളിലൊന്നിലേക്ക് ഒരു തുണിക്കടയിലേക്ക് ഇപ്പോൾ ഗവർണർ കയറുന്ന അദ്ദേഹം അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകളോട് ആശയവിനിമയം നടത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മിഠായി തെരുവിന്റെ വീഥികളിലൂടെ നടന്നു നീങ്ങുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇടയ്ക്ക് ഒരു കടയിൽ കയറി ഹൽവ മധുരവും നുണഞ്ഞാണ് അദ്ദേഹം അവിടെ കൂടി നടന്ന് നീങ്ങുന്നത്. അവിടെ കാണുന്ന ആളുകളോടൊക്കെ കുശലം പറഞ്ഞും കൈ കൊടുത്തുമൊക്കെയാണ് ഗവർണർ വീഥികളിലൂടെ നടന്നു നീങ്ങുന്നത്. അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, BJP പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒരു സാന്നിധ്യം കൂടിയുണ്ടല്ലേ?
തീർച്ചയായും ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിൽ അവരൊരു പിന്തുണ നേരത്തെ തന്നെ അദ്ദേഹത്തിന് പ്രഖ്യാപിച്ചിരുന്നു. അവരുടെ ഒരു പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ അവരടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായ ഒരു സഞ്ചാര പദമായിരുന്നു. നേരത്തെ നിശ്ചയിച്ച ഒരു യാത്രയായിരുന്നില്ല. ഗസ്റ്റ് ഹൗസിൽ രാവിലെ പുറത്തേക്ക് ഇറങ്ങി മാധ്യമങ്ങളെ കണ്ട ശേഷം വളരെ പെട്ടെന്നാണ് തന്റെ യാത്ര മിഠായി തെരുവിലേക്കാണ് എന്ന് ഗവർണർ വ്യക്തമാക്കിയത്. അക്ഷരാർത്ഥത്തിൽ ഈ സുരക്ഷാ സംവിധാനങ്ങളെയൊക്കെ ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഇത്തരമൊരു നീക്കമുണ്ടായത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസമായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം തങ്ങിക്കൊണ്ടിരുന്നത്. ആ ഗസ്റ്റ് ഹൗസിനുള്ളിൽ മാത്രം ഏതാണ്ട് 300ഓളം പോലീസുകാരുടെ സുരക്ഷാ വലയമാണ് ഒരുക്കിയിരുന്നത്. അതിന് പുറത്ത് ഗസ്റ്റ് ഹൗസിന് സമീപം പോലീസുകാരുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയുടെ മുൻഭാഗത്തെ കവാടങ്ങളെല്ലാം ഉപരോധിച്ചു പോലീസുണ്ട്. ഇന്ന് പൊതുജനങ്ങളെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പോലും പ്രധാന കവാടത്തിലൂടെ കടത്തിവിടാത്ത വിധം പഴുതടച്ച കർശനമായ സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തി പോലീസ് മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഗവർണർ എല്ലാ വലയങ്ങളും ഭേദിച്ചത് പുറത്തേക്ക് ജനങ്ങൾക്കിടയിലേക്ക് മിഠായി തെരുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. വഴിനീളെ കണ്ട കുട്ടികളുമായി കുശലം പറഞ്ഞും ആശ്ലേഷിച്ചും ആശയവിനിമയം നടത്തിയും ചിത്രങ്ങളെടുത്തുമൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയത്. കുട്ടികൾ നന്നായി പഠിക്കണം, നന്നായി വളരണമെന്ന നിർദ്ദേശമൊക്കെ നൽകി തന്റെ അടുത്തെത്തിയ ചെറുപ്പക്കാരെയും മുതിർന്നവരെയും എല്ലാം ചേർത്ത് പിടിച്ച് ചിത്രങ്ങളെടുത്ത് അവരോട് കുശലം പറഞ്ഞാണ് അദ്ദേഹം തന്റെ യാത്ര മുന്നോട്ട് നീങ്ങിയത്. കേരളത്തിലെ ഏറ്റവും വലിയ തെരുവുകളിലൊന്നായ മിഠായി തെരുവിൽ സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന്, അല്ലെങ്കിൽ 1000 പോലീസുകാരുടെ സുരക്ഷാ വലയത്തിലാണ് താൻ കീലേരി എച്ചു ചമഞ്ഞ് നടക്കുന്നതെന്ന SFIയുടെ ആരോപണങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഇതാ മിഠായി തെരുവിലൂടെ തന്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങളെ നേരിട്ട് കണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് തന്നോട് വലിയ ഇഷ്ടമാണ്, തനിക്ക് ജനങ്ങളെയും ഇഷ്ടമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മിഠായി തെരുവിലൂടെ യാത്ര ചെയ്യുന്നത്. അദ്ദേഹം ഏതാനും കടകൾ, ആദ്യം ഒരു തുണിക്കടയിൽ കയറി കുശലം പറഞ്ഞു, രണ്ടാമത് ഒരു ഹൽവ കടയിൽ കയറി മധുരം നുണഞ്ഞു. കോഴിക്കോടൻ ഹൽവയുടെ പെരുമ ലോകമെങ്ങും പരന്നിട്ടുള്ളതാണ്. കോഴിക്കോട്ടെത്തുന്ന അതിഥികൾ പ്രത്യേകിച്ചും വാങ്ങുന്ന ഒരു വിഭവം തന്നെയാണ് കോഴിക്കോടൻ ഹൽവ. ആ കോഴിക്കോടൻ ഹൽവയുടെ മധുരം നുണഞ്ഞ് അദ്ദേഹം സ്നേഹത്തിന്റെ മധുരവും നുണഞ്ഞ് ഇപ്പോൾ യാത്ര തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ചുറ്റും വലിയ ഒരു സുരക്ഷാ വലയമൊരുക്കി ണ്ട്. പക്ഷേ സാധാരണ ജനങ്ങളാണ് അദ്ദേഹത്തിന്റെ ചുറ്റും തടിച്ചുകൂടിയിരിക്കുന്നത്. സുരക്ഷ എന്ന സങ്കല്പത്തെ പോലും അപ്രസക്തമാക്കുന്ന രീതിയിൽ ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഉള്ള സാധ്യതകൾ, സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരമൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പക്ഷേ അത്തരത്തിലെ സുരക്ഷാ വലയൊന്നും തനിക്ക് വേണ്ട, താൻ ജനങ്ങൾക്കിടയിലേക്കാണ് വന്നിരിക്കുന്നത്, ജനങ്ങളാണ് തന്റെ ആള്, തനിക്ക് ജനങ്ങളോട് അത്രമാത്രം ഇഷ്ടമാണ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ യാത്ര തുടരുന്നത്. SMS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗവർണർ മിഠായി തെരുവിലൂടെ യാത്ര തുടരുകയാണ്. വഴിയിൽ കാണുന്ന കടകളിലൊക്കെയും കയറി കുശലം പറഞ്ഞും ഒരു ബേക്കറിയിൽ കയറി ഹൽവയുടെ മധുരം നുറഞ്ഞുമൊക്കെയാണ് ഗവർണർ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവെ വലിയ തിരക്കുള്ള സ്ഥലം തന്നെയാണ് മിഠായി തെരുവ് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. അവിടെ ഇപ്പോൾ ഗവർണർ കൂടി എത്തിയതോടുകൂടി ഗവർണർക്ക് ചുറ്റുമായി വലിയൊരു ജനാവലി തന്നെ ഉണ്ട്. ഗവർണർ അവരോടൊക്കെ കുശലം പറഞ്ഞും കൈ കൊടുത്തും ഒക്കെ തന്നെയാണ് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് സംരക്ഷണയുടെ പിൻബലത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗവർണർ എന്നുള്ള ആക്ഷേപത്തിന് മറുപടി എന്നോണം SFIയെ അടക്കം അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചവരെയെല്ലാം അവർക്കെല്ലാം ഒരു മറുപടി എന്നോണമാണ് ഗവർണർ പോലീസ് സംരക്ഷണം നിരസിച്ചുകൊണ്ട് ഇന്ന് പൊതുനിരത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. വളരെ അപ്രതീക്ഷിതമായുള്ളൊരു തീരുമാനമായിരുന്നു. അദ്ദേഹം മാനാഞ്ചിറയിലേക്കാണ് ആദ്യം എത്തിയത്. അവിടെ വഴിയിൽ കണ്ട കുട്ടിക്കൂട്ടങ്ങളോടൊക്കെ തന്നെയും സംസാരിച്ചും സെൽഫി എടുത്തും അവരോടൊപ്പം നിന്നതിനും ശേഷം അദ്ദേഹം വീണ്ടും മിഠായി തെരുവിലേക്ക് എത്തുകയായിരുന്നു. അവിടെയും അദ്ദേഹത്തെ കാണാനായി ഒരുപാട് ആളുകൾ ഒത്തുകൂടിയിട്ടുണ്ട്. ഇപ്പോൾ അവരോടെല്ലാം കുശലം പറഞ്ഞുകൊണ്ടാണ് ഗവർണർ മിഠായി തെരുവിന്റെ വീഥികളിലൂടെ നടന്നു നീങ്ങുന്നത്. മൊബൈലൊന്നും
भाई इलेक्शन हो भाई ऊपर